സൈബർ ചേട്ടാ, നമ്മുടെ കേരള നിയമസഭയിലെ പുതിയ ഒരു ഇലക്ഷൻ യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. യുദ്ധം എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം മൂന്ന് മുന്നണികളും ശക്തമായി തന്നെയാണ് പോരാടുന്നത്. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും നമുക്ക് പരിചിതമായിട്ടുള്ള മുഖങ്ങളാണ്. അതിൽ തന്നെ തലസ്ഥാനം ഉൾപ്പെടുന്ന തിരുവിതാംകൂർ, മധ്യ തിരുവിതാംകൂർ, മലബാർ, ഇതാണല്ലോ നമ്മുടെ കേരളത്തിലെ നമ്മൾ വിഭാഗം ചെയ്യുന്നത്. അതിന് തന്നെ കാലാകാലങ്ങളായിട്ടുള്ള ഇലക്ഷൻ രീതികൾ നോക്കുകയാണെങ്കിൽ മധ്യ കേരളത്തിന് അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിന് ഒരു പ്രത്യേക മുഖം തന്നെയാണ്. തലസ്ഥാനത്തിന്റെയോ മലബാറിന്റെയോ വോട്ടുകൾ പോലെയല്ല മധ്യ കേരളത്തിന്റെ വോട്ടുകൾ. അത് ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമുള്ളൊരു വോട്ടുകളായിട്ടോ കോട്ടകളായിട്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അവിടുത്തെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നിഷ്പക്ഷ ജനങ്ങളാണ്. എന്തായിരിക്കാം മധ്യ കേരളത്തിന്റെ ഒരു മുഖം എന്ന് പറയുന്നത്? UDF അനുകൂലമാണോ? അതായത് ഈ മധ്യ കേരളം എന്ന് പറയുന്നത് ശരിക്കും UDF അനുകൂലമായിട്ടുള്ള മണ്ഡലങ്ങളായിരുന്നു. ഇപ്പൊ ആദ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലായിടത്തും ത്രികോണ മത്സരങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാം ത്രികോണ മത്സരമാണ്. കാര്യം ഇന്നലെ വരെ ഈ UDF LDF മുന്നണികൾ മാത്രമായിരുന്നു മത്സരം. പിന്നെ BJP ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ശരിക്കും കേന്ദ്രം ഭരിക്കുന്ന BJP അവരുടെ NDA എന്ന് പറയുന്ന അവരുടെ ആ ഒരു മുന്നണി, NDA മുന്നണി അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഇവിടുത്തെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിനെ കാണുന്നു. കാര്യം അവർക്ക് ഒരു എൻട്രൻസിന് അവിടെ എന്താണ് വഴി എന്നവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ മൂന്ന് മുന്നണികളുടെയും തീവാറുന്ന മത്സരം നടക്കുന്ന ഒന്ന് രണ്ട് ജില്ലകളിൽ, അതായത് എല്ലായിടത്തും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു മിക്കവാറും 140 മണ്ഡലങ്ങളിലും തീവാറുന്ന ത്രികോണ മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ത്രികോണ മത്സരം നടക്കുന്ന മധ്യ കേരളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ 14 സീറ്റാണുള്ളത്. ഈ എറണാകുളം ജില്ലയിലെ 14 സീറ്റില് കഴിഞ്ഞ തവണ 9 സീറ്റ് വരെ UDF നേടിയിരുന്നു. ഇത്തവണ അത് 13 വരെയെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാണ് അവർ പോകുന്നത്. കാര്യം അത്ര കണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാര്യം കോൺഗ്രസിന്, കാര്യം ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു കൊമേഴ്സ്യൽ നഗരമാണല്ലോ, ഈ പറയുന്ന വാണിജ്യ തലസ്ഥാനമാണല്ലോ കൊച്ചി. അപ്പോൾ വാണിജ്യ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കച്ചവടം അല്ലാതെയുള്ള കൊച്ചി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഹബ്ബും കൂടെയാണല്ലോ. മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ തന്നെ വന്ന് താമസിക്കുന്ന ഒരു ജില്ലയായി മാറിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വാണിജ്യമായിട്ട് മുന്നേറ്റമുള്ള ഒരു സ്ഥലം കൂടെ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നീക്കുപോക്കുകളൊക്കെ എളുപ്പത്തിലാകണം. ഈ കടുംപിടുത്തങ്ങൾക്കൊന്നും സമയമില്ല. കാര്യം ഒന്നാമത്തെ കാര്യം സമയമില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ അങ്ങ് തിരക്കിലാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലവും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് കൃത്യമായി പ്രാക്ടിക്കൽ ലൈഫിനും കൂടെ വളരെ പ്രാധാന്യം വരും, കാര്യങ്ങൾ നടക്കുക. അപ്പോൾ വരട്ട് തത്വവാദത്തിനൊന്നും യാതൊരു സ്ഥാനവും ഇല്ല. തത്വവാദമോ സൈദ്ധാന്തികമോ ചിന്തയോ അങ്ങനെയുള്ളതിനൊന്നും യാതൊരു ഇതുമില്ല. അപ്പൊ കോൺഗ്രസ് ഇപ്പോൾ 14 സീറ്റിൽ 9 സീറ്റ് കഴിഞ്ഞ തവണ നേടിയെന്നുണ്ടെങ്കിൽ അവർക്ക് 13 വേണമെന്നാണ്. 13 കിട്ടണം. അപ്പൊ ഇപ്പോൾ ഉള്ള കോൺഗ്രസിന്റെ ഒരു ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഈ 13 കിട്ടണമെന്ന് പറയുമ്പോഴും അവർക്കിടയിൽ കടുത്ത വിഭാഗീയതയുണ്ട്. ആ വിഭാഗീയത അവർ തന്നെ ഇപ്പോൾ അവരുടെ KC വേണുഗോപാൽ എന്ന നേതാവ് തന്നെയാണ് ഇപ്പൊ എൽദോസ് കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂർ സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് സോൾവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ഇങ്ങനെ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ദീപ്തി മേരി വർഗീസിന് സീറ്റ് കിട്ടി. പക്ഷേ മധ്യ കേരളം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം നേടിയിട്ടുള്ള നേതാക്കൾ നിൽക്കുന്ന ഒരു സ്ഥലം കൂടെയല്ലേ. ഇപ്പോ ഓരോ സ്ഥലത്താണെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ട്രെൻഡിങ് ഒരു റീലായിരുന്നു, കോട്ടയത്ത് നിന്ന് വന്നിട്ടുള്ളതായിരുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു വലിയ പോസ്റ്റർ. അതിപ്പോ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉണ്ടാവും ആ ഒരു പോസ്റ്റർ. ഞാൻ എറണാകുളത്തെയും കോട്ടയത്തുമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വലിയ ബാനറാണ്. അതില് 5 ലക്ഷം വീടുകൾ കൊടുക്കാൻ LDF അല്ലാതെ മറ്റാരുണ്ട്, ഇതാണ് ഉള്ളത്. LDF അല്ലാതെ മറ്റാരുണ്ടെന്നാണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ തൊട്ടടുത്തൊരു ഫ്ലെക്സ് ആണ് മാത്യു ഉണ്ട് ഇവിടെ, കോട്ടയത്തുള്ള ഒരു ഫ്ലെക്സ് ആണ്. അപ്പോ ഇത്തരത്തിൽ ഓരോ ജില്ലകളിലും ഇങ്ങനെ ആരുണ്ട് LDF അല്ലാതെ എന്ന് പറയുന്ന മുഖത്തിന്റെ അപ്പുറത്തേക്കും VD സതീശനുണ്ട് പറവൂര്, അല്ലെങ്കിൽ ഉമാ തോമസ് ഉണ്ട് തൃക്കാക്കരയിൽ. അത്തരത്തിലുള്ള ബോർഡുകളുടെ നിരന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് ഞാൻ ചെറിയൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറയാൻ സാധിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസിന് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ റോളം കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ചേട്ടാ എത്ര വർഷമാണ് സത്യം പറഞ്ഞാൽ ഒരു 10 വർഷമൊക്കെ ഒരു പാർട്ടിയുടെ ഒരു ഭരണ രീതി തന്നെ കണ്ടുകൊണ്ടിരിക്കും, ഒരു മാറ്റവും ഇല്ലാതെ ഒരു മടുപ്പുണ്ടാവും ജനത്തിന്. ഏകാധിപത്യ ഭരണത്തിലെ ഒരു എല്ലാ രീതികളും നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ കഴിഞ്ഞ ദിവസം ട്രെൻഡിങ് ആയ ഒരു റീലായിരുന്നു, 2 ബസ്സുകൾ വന്ന് മുമ്പിൽ നിൽക്കുന്നു. അതിൽ ഒന്നിൽ LDF ഒന്നിൽ UDF, ബാക്കിലാണ് BJP എന്ന് പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ഇടത് സൈബർ ഇടങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അവരുടെ ബാക്കിൽ BJP വന്നത്.
പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു രീതിയല്ല. ഈ ഇടയ്ക്ക് തന്നെ BJP നിൽക്കുന്ന ഒരു രീതി തന്നെയാണ് ഉള്ളത്. പല സ്ഥലങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ BJP ആണ് ഇപ്പൊ നിർണ്ണയിക്കുന്നത്. കാര്യം BJP വോട്ട് ഷെയർ നമ്മുടെ ഈ പാലക്കാട് കേട്ടൊരു കാര്യമാണ്, BJPയും CPM-ഉം തമ്മിൽ ഒരു ഡീലാണ് അവിടെ നടക്കാൻ പോകുന്നത്. കാരണം അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രാധാന്യമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പൊ നമുക്ക് പൊതുവെ അറിയാം, ജയിക്കാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് നിർത്തുന്നത് കൊണ്ട് CPM-ന്റെ വോട്ടുകൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? അത് വലിയൊരു ചോദ്യമാണ്. പക്ഷെ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല CPM BJP-യുടെ ഡീൽ ഉണ്ടെന്നുള്ളതൊക്കെ. അത് അവരുടെ പാർട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ശരി. അപ്പോ ആദ്യത്തെ ബസ്സിൽ കയറാൻ കുറച്ച് താല്പര്യക്കുറവുള്ള ആൾക്കാരുണ്ട്. 10 വർഷമായിട്ട് നമ്മൾ ഒരു ബസ്സിൽ തന്നെ സഞ്ചരിക്കുമ്പോൾ മറ്റേ ബസ്സിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ധാരണ, അല്ലെങ്കിൽ അതിൽ കയറാൻ ഒരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്കുണ്ടാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനകത്തിൽ ഈ പറയുന്ന രീതിയിൽ നമ്മൾ രോക്ഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു യാഥാസ്ഥിക അവസ്ഥയാണ്. അത് ആ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ് നമ്മൾ. ഈ ആതിര പറയുന്നത് എന്നും ചോറും സാമ്പാറും മതിയോ എന്ന് ജനം ചിന്തിക്കണം അല്ലെ? എന്നും ചോറും സാമ്പാറും മതിയോ? എന്നും ഈ കാണുന്ന മുഖങ്ങൾ മതിയോ? മാറണം. കാര്യം UDF എന്ന് പറയുന്നത് നേരത്തെ ഭരിച്ചിരുന്ന പാർട്ടിയാണ്. ഇപ്പൊ അതിൽ പറഞ്ഞ പോലെ മറ്റു ബസ്സിൽ ഇപ്പൊ NDFന്റെ NDAയുടെ മുന്നണിയിൽ എന്താണ് എന്നുള്ളതും കൂടെ അറിയാൻ അവർക്ക് താല്പര്യം ഉണ്ടാവും. ശരി ആവട്ടെ. പക്ഷെ അത് ഈ പറയുന്നത് കുറച്ചുകൂടെ കഴിയേണ്ടി വരും. കാര്യം ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ് UDFനെ സംബന്ധിച്ച് ഇവർക്ക് ഉണ്ടല്ലോ. കാലങ്ങൾ കൊണ്ട് അവർക്ക് മാറ്റം ഉണ്ടായെന്ന് അവർക്ക് ചിന്തിച്ചൂടെ? ഇപ്പൊ ഇവർ പറയുന്ന പോലെ ഇവര് പത്രത്തിൽ പരസ്യം വരെ കൊടുത്തത് 10 കൊല്ലം മുമ്പുള്ള നമ്മുടെ UDFന്റെ ഉമ്മൻചാണ്ടി സാറിന്റെ പരസ്യമൊക്കെ ദേശാഭിമാനി കൊടുത്ത കഥയൊക്കെ അറിയാമല്ലോ. ദേശാഭിമാനിയിൽ അവരുടെ ഫോണ്ടിലൊക്കെ ചെയ്തിട്ട് ഒരു വാർത്ത പോലെയൊക്കെ പത്രത്തിൽ കൊടുത്ത് ജനത്തെ പറ്റിക്കാൻ നോക്കിയ കഥയൊക്കെ അറിയാമല്ലോ. അപ്പൊ നമ്മൾ ഈ പറയുന്നത് മധ്യ കേരളത്തിൽ എറണാകുളം ജില്ലയില്, കോട്ടയം ജില്ലയില്, ഇടുക്കിയില്, ആലപ്പുഴയില്, പിന്നീട് തൃശ്ശൂര്, ഇങ്ങനെ ഇത്രയും സ്ഥലങ്ങളാണ് അവർ നോക്കുന്നത്. കാര്യം ഇതിൽ നമ്മൾ നോക്കുമ്പോൾ എറണാകുളം ജില്ല കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ്. അവിടുന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയവും ഒരു സമയത്ത് ഈ പറയുന്ന പോലെ കോട്ടയത്ത് കൃത്യമായ വോട്ടുകളുണ്ട് UDFന്. അതാണ് സത്യാവസ്ഥ. അതായത് അവിടെ ഈ പറയുന്ന പോലെ ഇപ്പൊ ആകെ 9 സീറ്റിൽ 4 സീറ്റാണ് UDFന് കിട്ടിയിട്ടുള്ളത്. 5 എണ്ണം എന്ന് പറയുമ്പോൾ LDFനെ സംബന്ധിച്ച് അത് അവരുടെ കഴിവാണ്. അവിടെയാണ് ഈ പറയുന്ന പുതിയ കമ്മ്യൂണിസം, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ആയത് അങ്ങനെയാണ്. അതായത് കേരള കോൺഗ്രസ് മാണിയെയും ഈ പറയുന്ന പോലെ അവരുടെ വാസവൻ എന്ന് പറയുന്ന നേതാവിനെയൊക്കെ ഇറക്കിയാണ് കോട്ടയം പിടിച്ചിരിക്കുന്നത്. ഇന്നലെ വരെ കണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഇപ്പം നേരത്തെ പറയുമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ വികസനം ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനങ്ങൾ ഇതെങ്ങനെ നീളത്തിന് പാലമൊക്കെ അങ്ങ് ഉണ്ടാക്കിയിട്ടിരിക്കുക. പാലവും അങ്ങനെ പല പാലങ്ങളും പൊളിഞ്ഞു വീണ്, പല റോഡും പൊളിഞ്ഞു വീണ്. തദ്ദേശത്തിന് ശേഷം തന്നെയല്ലേ മാണി ഗ്രൂപ്പിന്റെ ഉപയോഗം അത്ര പോരാ എന്നുള്ള നിലപാട് പാർട്ടി സ്വീകരിക്കുന്ന രീതിയിലേക്കും മാണി ഗ്രൂപ്പുമായിട്ട് കൃത്യമായ ഒരു UDF അല്ലെങ്കിൽ UDFിലേക്ക് പോകുമോ എന്നുള്ളൊരു നിലപാടൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. മാണി പോകുമായിരുന്നു, മാണിയെ ഇവര് കറക്കി ഇട്ടതാണ്. അല്ല, ആ ഒരു ചർച്ചയ്ക്ക് വഴി വെച്ചത് തന്നെ തദ്ദേശ സമയത്ത് കോട്ടയത്ത് LDFന് ഉണ്ടായ ഒരു തിരിച്ചടി മൂലം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മാണി ഗ്രൂപ്പിന് ഇൻഫ്ലുവൻസ് ഒന്നും വലുതായിട്ട് CPM-നോട് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടാവുന്നത്. പക്ഷെ പൂർണ്ണമായിട്ട് അങ്ങനെ പറയാനും പറ്റില്ല. കൃത്യമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണി ഗ്രൂപ്പിന്റെ വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. അവർക്ക് സീറ്റ് കിട്ടി, ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടായിരുന്നു. 9 സീറ്റിൽ 5 3 പാർട്ടിക്കും ഏകദേശം ഒരേപോലെ ആഭിമുഖ്യമുള്ള ഒരു സ്ഥലമായിട്ട് BJPക്ക് പതിവിന് വിപരീതമായി BJP ഇത്തവണ നന്നായിട്ട് നല്ല സ്ട്രെങ്ത് ഉണ്ടായിട്ട് ആണ് അവർ വന്നിരിക്കുന്നത്. അതേപോലെ കോൺഗ്രസിനും CPM-നും ഒരേപോലെ വോട്ട് ഷെയർ ഉള്ള മണ്ഡലമാണ്. പിന്നെ ഈ ക്രൈസ്തവ കമ്മ്യൂണിറ്റി വോട്ടുകൾ എങ്ങോട്ടാണ് പോകുന്നത്? ക്രൈസ്തവ കമ്മ്യൂണിറ്റി വോട്ടുകൾ ക്രിസംഖ്യകൾ വരെ ഇപ്പൊ ഉണ്ട്. എന്നുവെച്ചാൽ നമ്മളിപ്പോ നോക്കുമ്പോൾ ക്രൈസ്തവരെ കൂടെ ചേർക്കാനും മുസ്ലിങ്ങളെ കൂടെ ചേർക്കാനും നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഇറങ്ങിയിരിക്കുവാണ്. കേരളത്തിന്റെ കൾച്ചർ അനുസരിച്ച് ഒരു നീക്കം BJP ആൾറെഡി നടത്തിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് കോട്ടയത്ത് കഴിഞ്ഞ തവണ 5 സീറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ വോട്ട് ഷെയർ ഒരു വളരെ വലിയൊരു കാര്യമായിരിക്കും. BJPയുടെ വോട്ട് ഷെയർ വലിയ കാര്യമായിരിക്കും. അപ്പോൾ 4 സീറ്റാണ് അന്ന് UDFന് കിട്ടിയത്. 5 സീറ്റ് വരെ LDFന് ഉണ്ടായിരുന്നു. ദെൻ ഇടുക്കിയുണ്ട്. ഇടുക്കിയിലാകെ 1 സീറ്റേ ഉള്ളൂ UDFന്. അപ്പോൾ അതും അവർ നോക്കുന്നുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ ഹരിപ്പാട് മാത്രമാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അവിടെയൊക്കെയാണ് ഈ പറയുന്ന പോലെ ഇപ്പോ പിന്നെ MM മണിയൊക്കെ സീറ്റ് കിട്ടാത്തോണ്ട് പലതും പറഞ്ഞു നടക്കുന്നുണ്ട് ഇടുക്കിയിൽ. ആലപ്പുഴയിൽ നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആലപ്പുഴയിലെ മണ്ഡലങ്ങൾ ഒരു നിർണായക മണ്ഡലങ്ങൾ തന്നെയാണ്. കാരണം അതുകൊണ്ട് മാത്രമല്ല, ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം ഞാൻ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ ആലപ്പുഴയിൽ ഈ സ്ഥാനാർത്ഥികൾക്ക് എന്ത് കാര്യമാണോ ഉള്ളതെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്ന കുറെ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ കണ്ടു. അപ്പോ ആ ആൾക്കാരെ പറ്റി നമുക്ക് സംസാരിക്കേണ്ടി. അതെ, അതേപോലെ തന്നെ ഇപ്പൊ ഹരിപ്പാട് മാത്രമാണ് ഉള്ളത് കേട്ടോ. ഹരിപ്പാട് മാത്രമാണ് ആലപ്പുഴയിലുള്ളത്. ആർക്കാണ്? നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ പിന്നീട് അരൂര്, ഈ പറയുന്ന പോലെ അരൂരും വരുന്നുണ്ട്. അരൂരും ഇത്തവണ നല്ല സാധ്യതയുള്ളതാണ്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് നിലവിൽ കിട്ടിയിരുന്നതിനേക്കാൾ അപ്പുറം സീറ്റ് ഈ മധ്യ കേരളത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ BJPയുടെ വോട്ട് ഷെയർ നിർണായക ഘടകമാണ്. അതുകൊണ്ട് ആ വോട്ട് ഷെയർ തന്നെ
LDF ഒരു ഈസി ജയം കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെ ഉണ്ടായില്ല. കാര്യം 5 കൊല്ലം കൊണ്ട് BJPയുടെ വളർച്ച, ഇപ്പോൾ അതിൽ പറഞ്ഞ പോലെ ക്രിസംഗി അല്ല, ഞാൻ പറഞ്ഞ ക്രിസംഗി എന്നാണ്, പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ BJPക്ക് വളരെയധികം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒരു നിർണായക ഘടകമായി തന്നെ തീരും. പിന്നെ മറ്റൊന്ന് തൃശ്ശൂർ എന്ന് പറയുന്നത് K. കരുണാകരന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് സീറ്റ് കിട്ടിയിരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇത്തവണയൊക്കെ എന്താകും എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയുന്നില്ല. അവിടെ തന്നെ മണലൂര്, തൃശ്ശൂർ തന്നെ ഉള്ള മത്സരം. അപ്പോൾ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ മധ്യ കേരളത്തിൽ ഇപ്പൊ എറണാകുളം ജില്ലയിൽ VD സതീശൻ മത്സരിക്കുന്ന സ്ഥലമാണ്. ഇന്ന് അദ്ദേഹം പത്രിക കൊടുക്കുകയാണ്, പറവൂര്. അപ്പോ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഈസി വാക്ക് ഓവർ പോലെ കോൺഗ്രസിന് ഒരു ഈസി വാക്ക് ഓവർ ഇപ്പൊ കഴിഞ്ഞ തവണ അവർക്ക് ഈ പറയുന്ന 9 സീറ്റ് കിട്ടി, 13 വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല സാർ. ഇനിയുള്ള ദിവസങ്ങളിലെ വർക്ക് ഇനി കൃത്യമായിട്ട് കൃത്യമായി വരും ദിവസങ്ങളിൽ 10 വർഷത്തെ സർക്കാരിന്റെ പിഴവുകളെ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കുന്ന ഒരു സ്ഥലം തൊട്ട് അല്ലെങ്കിൽ ആ ഒരു സമയം തൊട്ടായിരിക്കും UDFന്റെ വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പുണ്ടാവുന്നത്. ഉറപ്പായും കാരണം ഒരുപാട് പദ്ധതികൾ സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്, അതേപോലെ പെൻഷനുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് ആനുകൂല്യങ്ങൾ പൊതുജനങ്ങൾക്കായിട്ട് വിതരണം ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. അപ്പൊ കൃത്യമായി പ്രതിപക്ഷത്തിന് പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ ഒരു വൻ കുതിപ്പിലേക്കൊക്കെ വിജയം സാധ്യമാവുകയുള്ളൂ. അപ്പൊ അതവർക്ക് സാധിക്കുമെന്നുള്ള രീതി തന്നെയാണ് വരുന്നത്. കാരണം നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. എല്ലാ മുന്നണികളും ഒരേപോലെ മധ്യ കേരളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അറിയാം മധ്യ കേരളം ആർക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആരിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് എന്നുള്ളത്.